വീണ്ടും തിരുവനന്തപുരത്തോട്ട് പോകാം. തിരുവനന്തപുരം ജില്ലയിൽ 50 ഇടങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. 5 നഗരസഭാ വാർഡിലും 43 പഞ്ചായത്ത് വാർഡിലും ആരെയും നിർത്താനായിട്ടില്ല BJPക്ക്. NDA ഘടകകക്ഷികളും ഇവിടങ്ങളിൽ മത്സരിക്കുന്നില്ല. സഫ്വാൻ VP വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. സഫ്വാൻ, തിരുവനന്തപുരത്തെ പലയിടങ്ങളിൽ എന്നുവെച്ചാൽ തിരുവനന്തപുരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കും എന്ന് BJP വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വിവിധ ഇടങ്ങളായി അവർക്കൊരു സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരം വരുന്നത്. ഇതൊക്കെ മറ്റേതെങ്കിലും പാർട്ടിയുടെ കോട്ടകളാണോ? എന്തുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ BJPക്ക് കഴിയാതെ പോയത്? സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം ജില്ലയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് അവകാശവാദം BJP തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലായിരുന്നു അവരുടെ പ്രചാരണങ്ങൾ അടക്കം. 35 സീറ്റ് അവർക്ക് നിലവിലുണ്ട്. ആ അർത്ഥത്തിൽ ജില്ല മൊത്തം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്നലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞപ്പോൾ 50 ഇടങ്ങളിൽ ജില്ലയിലാകെ 50 ഇടങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ 43 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും 5 നഗരസഭാ വാർഡിലുമാണ് സീറ്റില്ലാത്തത്. നഗരസഭാ വാർഡ് പരിശോധിക്കുമ്പോൾ നെടുമങ്ങാട് നഗരസഭ BJPക്ക് സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന കോർപ്പറേഷൻ പരിധിയോട് ചേർന്ന ഒരു നഗരസഭയാണ്. അവിടെ പെരുമല, പറമുട്ടം, പത്താങ്കല്ല്, കൊപ്പം, പുങ്കമ്മൂട് എന്നീ വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ല. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലുള്ളത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നഗരൂർ ഡിവിഷനിൽ BJPക്കോ മറ്റ് NDA കക്ഷികൾക്കോ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ പുതുക്കുറിച്ചി ഡിവിഷനിലും BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഇതുകൂടാതെ ജില്ലയിലെ 43 ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിലും BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ അന്തിമ പട്ടിക വന്നപ്പോൾ അത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇത്തരം ഇടങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത കാര്യം പുറത്തു വരുന്നത്. ഇതിന് വിശദീകരിക്കേണ്ടത് ഏതായാലും പാർട്ടി നേതൃത്വമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്താത്തത്, സ്ഥാനാർത്ഥികളെ കിട്ടാഞ്ഞിട്ടാണോ എന്നുള്ള അടക്കത്തിലുള്ള വിശദീകരണം പാർട്ടി നേതൃത്വമാണ് നൽകുന്നത്. ഏതായാലും അന്തിമ പട്ടിക വരുമ്പോൾ ജില്ലയിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന തിരുവനന്തപുരം പോലുള്ള ഒരു ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലയിൽ 50 സ്ഥലങ്ങളിൽ BJPക്ക് ഏതാണ്ട് സ്ഥാനാർത്ഥികളില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. സൈഫുദ്ദീൻ, തീർച്ചയായും വലിയ അവകാശവാദങ്ങളുമായി മത്സര രംഗത്ത് തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് 43 ഇടങ്ങളിൽ അവർക്ക് മത്സരിക്കാൻ ആളില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് സഫ്വാനാണ്. ഇനി